ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബിൾസ് വേദിയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി ഇഡ്ഡലിയാണ്. ഇഡ്ഡലി എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. നമ്മൾ പലതരത്തിൽ ഇഡ്ഡലികൾ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഇഡ്ഡലി എന്താണെന്നറിയോ? സൂചി ഗോതമ്പ് വെച്ചിട്ടുള്ള ഇഡ്ഡലി കേട്ടോ. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഞാൻ കിനോവ ഇട്ടിട്ടുള്ള ഉണ്ടാക്കലുണ്ട്, രാഗി ഇട്ടിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കമ്പ് അങ്ങനെയൊക്കെ ഇല്ലേ സാധനങ്ങൾ, തെന, അങ്ങനത്തെയൊക്കെ ചെറിയ ചോളം, പിന്നെ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇന്ന് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ പയറായിട്ട് ഉണ്ടാക്കലുണ്ട്, പയർ വർഗ്ഗങ്ങളെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ട്, ദോശ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സൂചി ഗോതമ്പ് വെച്ചിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയും. നല്ല ചൂട് സാമ്പാറിൻ്റെ ഒപ്പം, ചട്നിയുടെ ഒപ്പം, നല്ല ചമ്മന്തിയുടെ ഒപ്പം ഒക്കെ ഈ ഇഡ്ഡലി ഭയങ്കര ടേസ്റ്റാണ്. ചിക്കൻ കറിയുടെ ഒപ്പവും ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഇന്ന് ഞാൻ നല്ല സൂചി ഗോതമ്പും ഇട്ടുള്ള ഇഡ്ഡലിയും അതുപോലെ തന്നെ ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് ഇഡ്ഡലിയുടെ ഒപ്പം ചിക്കൻ കറി, അതാണ് ഇന്നത്തെ കോമ്പിനേഷൻ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് അഭിപ്രായം പറയൂ. നല്ല പൂ പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാനിവിടെ സൂചി ഗോതമ്പ് 3 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി കഴുകിയിട്ട് 1 മണിക്കൂർ വെക്കാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ ഉഴുന്നും 1.5 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഗ്ലാസ്സിലാണ് എൻ്റെ അളവ് കേട്ടോ. അതാണ് 3 ഗ്ലാസ് എന്ന് പറയുന്നത്. അതന്നെ ഇതെന്താ വികസിച്ചിങ്ങനെ വരും, നന്നായിട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ 1 മണിക്കൂർ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് 1 മണിക്കൂർ വെച്ചതിന് ശേഷമുള്ളതാണ്. ഇത് കണ്ട ആ ഒഴിച്ച വെള്ളം ഫുള്ള് ഒബ്സർവ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ തന്നെ കൈയിട്ട് തൊടുമ്പോൾ തന്നെ പേസ്റ്റ് പോലെ ആക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് ശേഷം കാണിച്ചു തരാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഉപ്പിട്ട് ഞാനിൻ്റെ ഫുള്ള് കഴിഞ്ഞ് അതിൽ മാവിൽ മിക്സിലേക്ക് ഞാൻ ഉപ്പിട്ടിട്ട് കലക്കി വെക്കുകയാണ്. ഇനി പിറ്റേ ദിവസമാണ് ഞാൻ രാവിലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പിറ്റേ ദിവസമായപ്പോൾ ഇത് നന്നായി പൊന്തി ഇങ്ങോട്ട് മേലേക്കിണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനൊക്കെ തവി വെച്ച് ഇളക്കി നമ്മൾ എങ്ങനെയാണ് ഇഡ്ഡലി ഉണ്ടാക്കണം അതുപോലെ തന്നെ ഇഡ്ഡലി തട്ടിലേക്ക് വെളിച്ചെണ്ണ എന്താണ് തൂക്കണമെങ്കിൽ അങ്ങനെ തൂവിയിട്ട് നിങ്ങൾ ഉണ്ടാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇഡ്ഡലി ഉണ്ടാക്കണം അതുപോലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കുക കേട്ടോ. അത് തട്ടിൽ ഞാൻ മുഴുവനും ഒഴിച്ചിട്ട് ഇനി നമ്മൾ പാത്രത്തിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് ഞാൻ പാത്രത്തേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ, ഒരു ഇതുമില്ല, നന്നായി സോഫ്റ്റ് പഞ്ഞിയായിട്ടുള്ള ഇഡ്ഡലിയാണത്. നന്നായി ഇതൊക്കെയാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ഇഡ്ഡലി, ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലിയാണിത്. നന്നായിട്ട് നമുക്ക് നമ്മൾ ഇഡ്ഡലി കഴിക്കുന്നതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ കറിയുടെ ഒപ്പമാണ് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ചിക്കൻ കറിയും അതുപോലെ തന്നെ നമ്മുടെ സൂചി ഗോതമ്പിൻ്റെ ഇഡ്ഡലിയാണ് കേട്ടോ. ചട്നി, സാമ്പാർ, ചമ്മന്തി ഇതൊക്കെ ഇഡ്ഡലിയുടെ ഒപ്പം പോകും കേട്ടോ. അപ്പോൾ എല്ലാവരും കുഞ്ഞ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ താങ്ക് യു.